நமது ஜெபம் டிவியில் ഉയരുള്ള ക്രിസ്തുവൈ വെളിപ്പെടുത്തുതൽ ജീവ അപ്പം ആമേൻ ജനിച്ച ആ ബെത്ലഹേമായ ബെത്ലഹേം നീ എത്രേ ஆமென் ஜீவ அப்பமான ஆமென் அந்த வாக்குத்தத்தம் பிறந்த அந்த பெத்லஹேம் அது நீங்கள்தான் ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ ബെത്ലഹേം യഹൂദ സഹസ്രാധിൽ ഏറ്റവും ലീസ്റ്റ് ആയിരുന്നാലും ஆமென் യൂദയ രാജ്യങ്ങളിൽ ആയിരങ്ങളിൽ ആമെൻ மிகவும் சிறிதானதுதான் பெத்லஹேம் ഓ നീ ഏറ്റവും ചെറിയവനായിരുന്നാലും ஆமென் நீ மிகவும் சிறியவனாக இருந்தாலும் ദൈവത്തിന് നിന്റെ മേൽ പ്രസാദം തോന്നിയിരിക്കുക ஆமென் தேவன் உன் மீது பிரியமாயிருக்கிறார். Christ Generation Ministries presents Revealing the Living Christ every Saturday at 8 p.m. Don't miss it on Jebam TV. ബേത്ലഹേമിനകത്ത് ഒത്തിരി പ്രവചനങ്ങൾ കിടക്കുക. அப்ப பெத்லகேமை குறித்து ஏராளமான தீர்க்கதரிசன வார்த்தைகள் இருக்கிறது. ആമേൻ എന്താ അതിന്റെ പേര് അപ്പത്തിന്റെ ഭവനം. ஆமென் என்ன பெயர் அப்பத்தினுடைய അധിപതിയായവൻ എഴുന്നേൽക്കും. ஆமென் தீர்க்கதரிசனம் என்ன ஆமென் அதிபதியாயവൻ എഴുമ്പുവാൻ. പക്ഷേ പൂർത്തീകരണത്തിലേക്ക് വന്നിട്ടില്ല. ആനാ നിറവേറുതൽക്കുள் വരവില്ല. ഇന്ന് ക്രൈസ്റ്റ് ജനറേഷനകത്ത് ഞാൻ ഒരു റിലത്തെ തുറക്കാൻ പോകുകയാണ്. ആമേൻ ഇന്നേക്ക് ക്രൈസ്റ്റ് ജനറേഷനുക്കുള്ള ഒരു റിലത്തെ ഓപ്പൺ பண்ண പോകുകയാണ്. ഞാൻ പറയുന്നു ഇവിടുത്തെ പ്രസംഗിക്കുന്ന പ്രസംഗങ്ങളൊന്നും അത് വേടല്ല, അത് റിലത്തെ തുറക്കുന്നതാണ്. ആമേൻ நான் சொல்றேன் இங்க பேசப்படுகிற ஒவ்வொரு பிரசங்கங்களும் அது ஒரு റിലത്തെ ആമേൻ உங்கள் மத்தியிலே ஓபன் பண்ணுவார். പ്രവചനത്തിന്റെ പൂർത്തീകരണങ്ങൾ ഇതിനകത്തും സംഭവിക്കാൻ പോകുകയാണ്. ആമേൻ ചില ദീർഘദർശനത്തിന്റെ നിറവേറുതൽ ഇതിർക്കുള്ളും നിറവേറ പോകുകയാണ്. ഈ കേട്ട ചില വാഗ്ദത്തത്തിന്റെ നിവർത്തീകരണം ഇന്ന് പകൽ സംഭവിക്കുമെന്ന് ഉറപ്പുള്ളവർ മാത്രം ഒന്ന് പ്രൈസ് ചെയ്താട്ടെ. ഓ നീ കേട്ട ചില വാഗ്ദത്തങ്ങളുടെ നിറവേറുതൽ ഉன்னுடைய வாழ்க்கையில் நிறைவேறும் என்று വിശ്വസിക്കുന്നവர்கள் പ്രൈസ് பண்ணிக்கொள்ளுங்க. യഹൂദ സഹസ്രങ്ങളിൽ നീ ഏറ്റവും ചെറിയവനായിരിക്കാം, നീ ഏറ്റവും ചെറിയവനായിരുന്നാലും നിന്റെ മേൽ വെളിപ്പെടുന്ന ഒരു വാഗ്ദത്തമുണ്ട്. ആമേൻ യൂദയ ദേശങ്ങളിൽ ആയിരങ്ങളിൽ നീ മിகவும் சிறியவனாக இருக்கலாம், ஆனால் உன்மேல் இருக்கிற சில வாக்குத்தத்தங்கள் இருக்கிறது. ഹല്ലേലൂയ ആമേൻ. ബെത്ലഹേമിന്റെ അകത്ത് കിടക്കുന്ന ആ പട്ടണത്തിന്റെ യഥാർത്ഥ പേരെന്താ? ആമേൻ ബെത്ലഹേമിൽ இருக்கிற அந்த പട്ടണത്തിനുடைய மெய்யான பெயர் என்ன? യഥാർത്ഥ പേര് ഹൗസ് ഓഫ് ബ്രെഡ്. ആമേൻ അപ്പത്തിന്റെ ഭവനം. ആമേൻ மெய்யான பெயர் அப்பத்தினுடைய வீடு. യഥാർത്ഥ പേര് അപ്പത്തിന്റെ ഭവനം. ആമേൻ மெய்யான பெயர் அப்பத்தினுடைய വീട്. ഹല്ലേലൂയ. അവിടെ പ്രവാചകന്മാർ പ്രവചിച്ച സമയത്ത് ഹെരോദ രാജാക്കന്മാർ ഭയക്കുമ്പോൾ തന്നെ ആമേൻ യേശു എന്ന മെഷിഹ ആ പട്ടണത്തിൽ ജനിക്കുന്നത്. ആമേൻ இப்பொழுதுதான் யூதய ராஜாக்கள் ஆளுகை செய்து கொண்டிருக்கிற அதே நேரத்தில் அதே பெத்லகேமிலே மேசியா என்ற கிறிஸ்துவானவர் பிறக்கிறார். ഹല്ലേലൂയ. ബെത്ലഹേമിൽ യേശു ജനിച്ചതുകൊണ്ട് എന്താ പ്രത്യേകത? ആമേൻ ബെത്ലഹേമിലെ യേശു പിറന്നതിനാல என்ன വിശേഷത? യേശു ആ പട്ടണത്തിൽ ജനിച്ചതുകൊണ്ട് എന്താ പ്രത്യേകത? യേശു
அந்த பட்டணத்தில் பிறந்ததனால என்ன விசேஷ காரியம்? കാരണം ബെത്ലഹേമിന്റെ പേരെന്താ? ബേത്ലഹേമിനുடைய പേര് என்ன? അപ്പത്തിന്റെ ഭവനം, അപ്പത്തിനുடைய വീട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ആ പട്ടണത്തിൽ ജനിച്ചതുകൊണ്ട്, ആമേൻ, യേശു அந்த പട്ടണത്തിൽ பிறந்ததினாலே അതുകൊണ്ട് എന്താ വലിയ പ്രത്യേകത ഉണ്ടാകുന്നത്? அதனால என்ன ஸ்பெஷாலிட்டி அந்த தேசத்தில் நடந்தது? സുവിശേഷം 6-ാം അധ്യായം 35-ാമത്തെ വാക്യത്തിനകത്ത് യോവാൻ എഴുതിയ സുവിശേഷം 6-ാമത് അധികാരം അതിന്റെ 35-ാമത് വചനത്തിൽ യേശു പരസ്യമായി ഡിക്ലെയർ ചെയ്യുക. ആമേൻ, യേശുവാനവർ നിന്നുകൊണ്ട് ആമേൻ വെളിപ്പടയാക അറിക്കை பண்ணுகிறார். ഞാൻ ജീവന്റെ അപ്പമാകുന്നു. ആമേൻ, ഞാൻ ജീവനുடைய അപ്പമായി இருக்கிறேன். ആമേൻ. അപ്പോൾ ബെത്ലഹേമിന്റെ വാഗ്ദത്ത പൂർത്തീകരണത്തിനകത്ത് ജനിച്ചത് ഒരു സാധാരണ വിഷയമല്ല, മറിച്ച് ജീവന്റെ അപ്പമാ. அப்ப ബേത്ലഹേമിനുடைய വാഗ്ദത്ത நிறைவேறுதல் பிறந்தது ஒரு சாதாரணமான நபர் அல்ல, ஜீவ அப்பமானவரே அப்பத்தின் தேசத்தில் பிறந்தார். ഹല്ലേലൂയ. ബെത്ലഹേം എന്താ? ബേത്ലഹേം എന്നത് അപ്പത്തിന്റെ ഭവനം, അപ്പത്തിനുடைய വീട്. ജനിച്ചതാരാ? പിറന്നത് യാര്? ഓ ദ ലിവിംഗ് ബ്രെഡ്, ഓ ജീവ അപ്പമാനവർ, ജീവ അപ്പം, ജീവ അപ്പമാനവർ, ജീവന്റെ അപ്പം, ജീവനുடைய அப்பமானவர். ഹല്ലേലൂയ. ഹല്ലേലൂയ. പലർ അവിടെ ജനിച്ചു. ആമേൻ, ഹല്ലേലൂയ. പല നബറുകൾ അங்கே பிறந்திருக்கிறார்கள். പല രാജാക്കന്മാർ ജനിച്ചു. പല രാജാക്കൾ பிறந்திருக்கிறார்கள். പല രാജാക്കന്മാർ മരിച്ചു. പല രാജാക്കൾ ഇറந்திருக்கிறார்கள். ബെത്ലഹേമിന് പൂർണ്ണത വന്നില്ല. ആമേൻ, ബേത്ലഹേമുக்கு പரிபூர்ணம் வரவில்லை. എന്നാൽ ഇന്ന് അവിടെ ഒരു ജനനം സംഭവിച്ചു. ஆனால் இன்றைக்கு அங்க ஒரு பிறப்பு நடந்திருக்கிறது. ആ ജനനത്തോടു കൂടെ அந்த பிறப்போடு கூட ബെത്ലഹേമിന്റെ വാഗ്ദത്ത നിവർത്തീകരണം സംഭവിച്ചു. ஓ ബേത്ലഹേമിനുடைய വാഗ്ദത്തത്തിനുடைய நிறைவேறுதல் நடந்து விட்டது. കാരണം ജനിച്ചത് സാധാരണക്കാരനല്ല, ஏனென்றால் பிறந்தது சாதாரணமானவர் அல்ல. ജീവന്റെ അപ്പമായ ക്രിസ്തു, ജീവ അപ്പமான ക്രിസ്തുവാനവർ, ജീവന്റെ അപ്പമായ ക്രിസ്തു, ജീവ അപ്പமான ക്രിസ്തുവാനവർ, ജീവന്റെ അപ്പമായ ക്രിസ്തു, ജീവനുடைய അപ്പமான ഹല്ലേലൂയ. ക്രിസ്തുവാനവർ. ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാൻ നിങ്ങളെ നോക്കി പ്രവചിക്കുക. இந்த பிற்பகல் உங்களை பார்த்து நான் தீர்க்கதரிசனமாக ജീവ சொல்கிறேன். അപ്പം, ആമേൻ, ജനിച്ച ആ ബെത്ലഹേമായ ബെത്ലഹേം നീ എത്രേ? ஆமென், ஜீவ அப்பமான ஆமென், அந்த வாக்குத்தத்தம் பிறந்த அந்த பெத்லஹேம் அது நீங்கள்தான். ഹല്ലേലൂയ. ஹல்லேலூயா. ആമേൻ. ബെത്ലഹേം യഹൂദ സഹസ്രാധിൽ ഏറ്റവും ലീസ്റ്റ് ആയിരുന്നാലും, ஆமென், யூதய രാജ്യങ്ങളിൽ ആയിരങ്ങളിൽ ആமென் மிகவும் சிறிதானதுதான் பெத்லஹேம். ഓ നീ ഏറ്റവും ചെറിയവനായിരുന്നാലും, ஆமென், நீ மிகவும் சிறியவனாக இருந்தாலும் ദൈവത്തിന് നിന്റെ മേൽ പ്രസാദം തോന്നിയിരിക്കുക. ஆமென், தேவன் உன் மீது பிரியமாயிருக்கிறார். തന്റെ പുത്രനായ ജീവന്റെ അപ്പത്തെ നിന്റെ മേൽ വെളിപ്പെടുത്തുവാൻ, നിന്റെ അകത്ത് ഉരുവാക്കുവാൻ ഓ സ്വർഗത്തിന് പ്രിയം തോന്നിയെന്ന്. ஓ தம்முடைய குமாரனாகிய ஜீவ அப்பமானவரை உனக்குள் உருவாக்கும்படியாக கர்த்தருக்கு உன் மீது ஒரு பிரியம் வந்தது. ഹല്ലേലൂയ. ஹல்லேலூயா. ഓ ആ കാലത്ത് എത്രയോ പട്ടണങ്ങളുണ്ട്, அந்த காலத்தில் எவ்வளவு பட்டணங்கள் എത്രയോ இருக்கிறது, സമ്പത്ത് നിറഞ്ഞ പട്ടണങ്ങളുണ്ട്, எவ்வளவு ஐஸ்வர்யமுள்ள பட்டணங்கள் இருக்கிறது, എത്രയോ എത്രയോ അറിയപ്പെടുന്ന പട്ടണങ്ങളുണ്ട്, எவ்வளவு அறியப்படுகிற பட்டணங்கள் இருக்கிறது, എത്രയോ ഉയർച്ചയുള്ള പട്ടണങ്ങളുണ്ട്. எவ்வளவு உயர்வுள்ள பட்டணங்கள் എന്നാൽ இருக்கிறது. ബെത്ലഹേമിന്റെ മേൽ കർത്താവിന് പ്രീതി തോന്നി. ஆனால் பெத்லகேம் மீது கர்த்தர் பிரியம் வைத்தார். ഹല്ലേലൂയ. ஹல்லேலூயா. പല രാജാക്കന്മാർ അവിടെ പിറന്നു, பல ராஜாக்கள் அந்த இடத்தில் பிறந்தார்கள். എന്നാൽ അവിടെ പൂർത്തീകരണം സംഭവിച്ചില്ല. ஆனால் அங்கே நிறைவேறுதல் வரவில்லை. അവിടെ പൂർത്തീകരണം സംഭവിച്ചില്ല. அங்கே ஒரு பூர்த்தி நிறைவேறுதல் வரவில்லை. അവിടെ ശൂന്യമായി തന്നെ ഇരുന്നു. அங்கே காலியாக അത് வெறுமைதான் ഏറ്റവും கண்டது. ചെറുതായി തന്നെ அது ഇരുന്നു. மிகவும் சிறிதாக இருந்தது. അത് ഏറ്റവും ചെറുതായി തന്നെ ഇരുന്നു. மிகவும் சிறிதாகவே പല இருந்தது. പ്രഭുക്കന്മാർ അവിടെ പിറന്നു, பல பிரபுக்கள் அங்கே பிறந்தார்கள். പക്ഷെ അവിടെ അത് അപ്പോഴും ചെറുതായി തന്നെ ഇരുന്നു. அப்பொழுதும் அது சிறிதாக தான் இருந்தது. എന്നാൽ അതിന്റെ അവസ്ഥയെ മാറ്റുന്ന വാഗ്ദത്ത നിവർത്തീകരണത്തിന്റെ പ്രഭുവായിരിക്കുന്ന ആമേൻ ജീവന്റെ അപ്പം അതിനകത്തു ജനിച്ചപ്പോൾ ബെത്ലഹേമിന്റെ ആമേൻ വാഗ്ദത്ത നിവർത്തീകരണം അവിടെ സംഭവിച്ചു. ஆனால் அதனுடைய சூழ்நிலைகளை மாற்றுகிற ஜீவ அப்பமான கிறிஸ்துவானவர் அங்கே பிறந்த போது ஆமென், அந்த தேசத்தினுடைய வாக்குத்தத்தத்தினுடைய நிறைவேறுதல் அந்த தேசத்தில் நடந்தது. ஹல்லேலூயா. ஹல்லேலூயா. ஆமென். ജീവന്റെ അപ്പമാകുന്നു. இயேசு சொல்கிறார், நானே ஜீவ அப்பா. അതിനു മുമ്പ് അവിടെ പല ക്ഷാമങ്ങൾ വന്നു, அதுக்கு முன்பதாக பல பஞ்சங்கள் அந்த தேசத்தில் வந்தது. പല ക്ഷാമങ്ങൾ അവിടെ ഉണ്ടായി. பல பஞ்சங்கள் அந்த இடத்தில் வந்தது. പേര് അപ്പത്തിന്റെ ഭവനമെന്ന, பேரப்பத்தினுடைய வீடு. പക്ഷെ വിശപ്പോടെ അവിടുന്ന് ആൾക്കാർ ഇറങ്ങിപ്പോകേണ്ടി വന്നു. ஆனால் பசியோடு கூடி ஆட்கள் அங்கே இருந்து போக வேண்டியது வந்தது. ദാഹത്തിനും വിശപ്പും അടക്കാൻ വേണ്ടി അലഞ്ഞു തിരിയേണ്ടി വന്നു. அம்மேன், தாகம்
மாற பசியார அவர்கள் அலைந்து நடக்க வேண்டியது வந்தது. ഹല്ലേലൂയ. ஹalleluya. യേശു പറയുക, ஆனால் இயேசுவானவர் சொல்கிறார், ജീവന്റെ അപ്പമാകുന്നു. ஆமென், ஜீவ அப்பம் நானே. ആമേൻ. ആമേൻ. അടുക്കൽ വരുന്നവന് என்னுடைய அருகாமையில் வருகிறவன் വിശക്കുകയില്ല. அவனுக்கு ஆமென் பசி அடையான். എന്നിൽ വിശ്വസിക്കുന്നവന് என்னிடத்தில் விசுவாசமாய் இருக்கிறவன் ഒരു നാളും ദാഹിക്കത്തില്ല. ஆமென் ஒரு காலம் தாகம் அடையான். ഹല്ലേലൂയ. ஹalleluya. അതുവരെ അപ്പത്തിന്റെ ഭവനം എന്ന പേരുണ്ടെങ്കിലും അവിടെ വിശക്കുന്നവരുണ്ടായിരുന്നു, അവിടെ ദാഹിക്കുന്നവരുണ്ടായിരുന്നു. அதுவரைக்கும் அப்பத்தினுடைய வீடு என்ற பெயர் இருந்தது. ஆனால் பசியுள்ளவர்கள் தாகமுள்ளவர்கள் அங்கே இருந்து கொண்டே தான் இருந்தது. ഹല്ലേലൂയ. ஹalleluya. ജീവന്റെ അപ്പം അവിടെ വെളിപ്പെട്ടപ്പോൾ, ஆனால் ஜீவ அப்பம் நானே என்று சொல்லி ஒருவர் வெளிப்பட்டപ്പോൾ യേശു ധൈര്യത്തോടെ പ്രസ്താവിക്കുക, ஓ இயேசு தைரியமாக பிரஸ்தாபம் എന്റെ பண்ணுகிறார். അടുക്കൽ വരുന്നവന്, ஓ என்னிடத்தில் வருகிறவன், എന്റെ അടുക്കൽ വരുന്നവന് என்னிடத்தில் வருகிறவன் ഒരു നാളും വിശക്കത്തില്ല. ஆமென் ஒரு நாளும் பசி அடைவார். എന്റെ അടുക്കൽ വരുന്നവന്, ஓ என்னிடத்தில் வருகிறவன், ആമേൻ, ഒരു നാളും ദാഹിക്കത്തില്ല. ஆமென் ஒரு நாளும் தாகம் அடைய. ഹല്ലേലൂയ. ஹalleluya. ഈ ജീവ അപ്പം വെളിപ്പെടുന്ന ബത്ലഹേമാണ് നീയെങ്കിൽ, ஆமென் இந்த ஜீவ அப்பம் வெளிப்படுகிற பெத்லகேம் நீங்கள் என்று சொன்னார். ഇന്ന് ഞാൻ നിങ്ങളെ നോക്കി പ്രവചിക്കുക, இன்றைக்கு உங்களை பார்த்து நான் தீர்க்கதரிசனம் சொல்கிறேன். നിന്റെ ജീവിതത്തിൽ ഇനി ഒരിക്കലും ഒരു ക്ഷാമം ഉണ്ടാകത്തില്ലെന്ന്. இனி உன்னுடைய வாழ்க்கையில் ஒருபோதும் ஒரு பஞ்சம் இருப்பதில்லை. ആമേൻ. കാരണം യേശു പറഞ്ഞു കഴിഞ്ഞു, ஏனென்றால் இயேசுவானவர் சொல்லி എന്റെ இருக்கிறார், അടുക്കൽ വരുന്നവന് ഒരിക്കലും ഇനി വിശക്കത്തില്ല എന്ന്. என்னிடத்தில் வருகிறவன் இனி ஒருபோதும் பசி அடையான். എന്റെ അടുക്കൽ വരുന്നവന് ഒരിക്കലും ദാഹിക്കത്തില്ല എന്ന്. என்னிடத்தில் வருகிறவன் ஒருபோதும் தாகம் அடையான். ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ട് ഞാൻ നിങ്ങളെ നോക്കി ധൈര്യത്തോടെ പ്രവചിക്കുക, അതിനാൽ നിങ്ങൾ ഇന്നത്തെ യേശുവിന്റെ അരികിലേക്കാണോ വരുന്നത്, ഒരിക്കലും ഒരു ക്ഷാമവും നിന്റെ ജീവിതത്തിനകത്തുണ്ടാകത്തില്ല. ஆமென். அதனால இன்னைக்கு தைரியமா உங்களை பார்த்து தீர்க்கதரிசனம் சொல்கிறோம். ஆமென். உங்களுடைய வாழ்க்கையில இனி ஒருபோதும் ஒரு பஞ்சமும் உங்களை தொடுவதில்லை. ഹല്ലേലൂയ. ஹalleluya. ഹല്ലേലൂയ. ஹalleluya. ആമേൻ. കാരണം യേശു നമ്മുടെ ലിവിംഗ് ബ്രെഡ് ആണ്, നമ്മുടെ ജീവനുള്ള അപ്പമാണ്. ஏனென்றால் இயேசுவானவர் அவரே நம்முடைய ஜீவ அப்பம். നമ്മുടെ സ്പിരിച്വൽ ബ്രെഡ് ആണ്, നമ്മുടെ ആത്മാവിന്റെ ഭക്ഷണമാണ്. அவரே நம்முடைய ആവിക്കുரிய அப்பமாய் இருக்கிறார். ആമേൻ. യേശു പറഞ്ഞു, നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന തിന്നിട്ട് മരിച്ചു, എന്നാൽ ഇത് തിന്നവൻ മരിക്കാതിരിക്കേണ്ടതെന്ന് ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പമാ. ஆமென். இயேசு சொல்கிறார், உங்களுடைய முற்பிதாக்கள் வனாந்தரத்தில் மன்னா புசித்தார்கள், ஆனாலும் அவர்கள் மரித்தார்கள். ஆனால் இது புசிக்கிறவன் மரியாமல் இருக்கும்படியாக நான் வானத்தில் நின்று இறங்கி வந்த ஜீவ அப்பா. ഹല്ലേലൂയ. ஹalleluya. ആമേൻ. ஹalleluya. ஆமென். ഈ അപ്പത്തിന്റെ പ്രത്യേകത, இந்த அப்பத்தினுடைய ஒரு ஸ்பெஷாலிட்டி. ആമേൻ, പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന തിന്നിട്ട്, ദൈവം കൊടുത്ത മന്ന തിന്നിട്ട് അവർക്ക് മരണമുണ്ടായി. പക്ഷെ ഇത് തിന്നുന്നവൻ ഒരിക്കലും മരണമുണ്ടാകത്തില്ല. ஆமென். வனாந்தரத்தில் இஸ்ரவேல் ஜனங்களுக்காக பிதாவானவர் கொடுத்த மன்னா புசித்தவர்கள் மரித்தார்கள். ஆனால் இந்த அப்பத்தை புசித்தால் அவன் ஒருபோதும் மரிப்பதில்லை. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങളുടെ മരണത്തെ എടുത്തു മാറ്റി നിത്യജീവനെ തരുന്ന അപ്പം, ஆமென். உங்களுடைய மரணத்தை எடுத்து போட்டு உங்களுக்கு நித்திய ஜீவனை தருகிற ஒரு നിങ്ങളുടെ அப்பம், നിത്യജീവനിലേക്ക് നിങ്ങളെ പ്രവേശിപ്പിക്കുന്ന ഈ അപ്പം, நித்திய ஜீவனுக்குள் உங்களை நடத்துகிற ஒரு നിങ്ങളുടെ அப்பம், സകല ക്ഷാമത്തെ മാറ്റുന്ന ഒരു അപ്പം, உங்களுடைய சகல சாபங்களை விலக்குகிற ஒரு നിങ്ങളുടെ அப்பம், സകല വിശപ്പിനെ മാറ്റുന്ന ഒരു അപ്പം. உங்களுடைய சகல பசியை மாற்றுகிற ஒரு ஜீவ அப்பம். ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ഈ ക്രൈസ്റ്റുമായി കണക്റ്റഡ് ആയാൽ ஆமென். இந்த ஜீவ அப்பமான கிறிஸ்துவோடு நீங்கள் உறவு கொள்ள നിങ്ങൾക്ക് ஆரம்பித்தால் ഒരിക്കലും സ്പിരിച്വൽ ഹംഗറി ഉണ്ടാകത്തില്ല. ആത്മീക വിശപ്പ് നിങ്ങൾക്ക് ഒരിക്കലും ഉണ്ടാകത്തില്ല. ஆவிக்குரிய பசி ஒருபோதும் உங்களுக்கு உண்டாவதில்லை. ആമേൻ. നിങ്ങൾ ഒരിക്കലും സാറ്റിസ്ഫൈഡ് ഇല്ലാതെ, തൃപ്തിയില്ലാതെ ഈ ലോകത്തിലൂടെ അലയേണ്ടി വരത്തില്ല. ஆமென். திருப்தி இல்லாம இந்த உலகத்தில் அலைந்து திரிய வேண்டியது வருவதில்லை. നിങ്ങളെ സകലത്തിലും തൃപ്തിപ്പെടുത്തുന്ന ജീവന്റെ അപ്പമത്രേ നിങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു. உங்களை சகலவற்றிலும் திருப்திப்படுத்துகிற ஜீவ அப்பம்தான் கர்த்தராகிய இயேசுவானவர். ഹല്ലേലൂയ. ஹalleluya. അത് മാത്രമല്ല, യേശു പറയാ, அது மட்டுமல்ல இயேசுவானவர் ഈ சொல்கிறார், അപ്പം ഭക്ഷിക്കുന്നവൻ, இந்த அப்பம் புசிக்கிறவன், ഈ അപ്പം ഭക്ഷിക്കുന്നവൻ இந்த அப்பம் புசிக்கிறவன் എല്ലാം எல்லாம் എന്നേക്കും ജീവിക്കും. என்றைக்கும் பிழைப்பான். ஆமென். ஹalleluya. ஜீசஸ். ഈ അപ്പം തിന്നുന്നവനല്ല എന്നേക്കും ജീവിക്കുമെന്ന് പറയുമ്പോൾ, இந்த அப்பம் புசிக்கிறவன் எல்லாம் என்றென்றைக்கும் பிழைப்பான் என்று சொல்லும்போது, ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് നമുക്കൊരു കാര്യം കാണാൻ സാധിക്കും. ஆதியாகமம் புத்தகத்தில் நம்ம ஒரு காரியத்தை பார்க்கிறோம்.
ആ വൃക്ഷത്തിന്റെ ഫലം നീ ഭക്ഷിക്കരുത്. அந்த விருட்சத்தினுடைய கனியை நீ புசிக்க கூடாது. അത് ഭക്ഷിച്ചാൽ ആ നാളിൽ നീ മരിക്കും. ஆமென். அது புசித்தால் அந்த நாளில் நீ சாவாய். ഓ, ഒരുവൻ ഭക്ഷിച്ചു മരിച്ചപ്പോൾ, ஆமென், ஒருவன் புசித்து செத்தபோது, ഒരുവനോട് ഭക്ഷിച്ചാൽ മരിക്കുമെന്ന് പറഞ്ഞപ്പോൾ, ஒருவனோடு புசித்தால் மரிக்கும் என்று சொல்லும்போது, എന്നോട് പറയും ധൈര്യമായിട്ട് ഭക്ഷിച്ചു. ஆமென், என்னிடத்திலே சொல்கிறது, நீ தைரியமாக நீ புசித்துக்கொள். ഓ, നീ മരിക്കത്തില്ല. ஓ, நீ மரிக்க மாட்டாய். ഒരുവന് ഭക്ഷണം കൊണ്ട് മരണം സംഭവിച്ചെങ്കിൽ, ஆமென், ஒருவனுக்கு ஆமென் புசிப்பு மூலமாக மரணம் வந்தது என்று ഓ, சொன்னார். എനിക്ക് മരണമല്ല, ഭക്ഷണം കൊണ്ട് നിത്യജീവൻ തരുന്ന ജീവന്റെ അപ്പം. ஓ, எனக்கு இந்த புசிப்பு மூலமாக நித்திய ஜீவனை தருகிற ஒரு ஜீவாப்பா. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് ലോകം മുഴുവൻ ആമേൻ നിങ്ങളെ അഡ്വൈസ് ചെയ്യുമ്പോൾ ആ ഭക്ഷിച്ചാൽ നീ മരിക്കും, ഭക്ഷിച്ചാൽ നീ മരിക്കുമെന്ന് നിങ്ങളെ അഡ്വൈസ് ചെയ്യുമ്പോൾ ഞാൻ ഇവിടെ ധൈര്യത്തോടെ വിളിച്ചു പറയാ, നീ ഭക്ഷിച്ചാൽ ജീവിക്കും. ആമേൻ. ഉലകമെല്ലാം ഭക്ഷണം കൊണ്ട് നീ ജീവിക്കും. ஆமென். உலகமெல்லாம் உங்களை பார்த்து அது புசித்தால் மரிப்பாய் என்று சொல்லும்போது நாங்கள் இந்த இடத்தில் நின்று கொண்டு தைரியமாக சொல்கிறோம், கிறிஸ்துவை புசித்தால் நீங்கள் நிச்சயமாகவே பிழைப்பீர்கள். നിന്റെ ഭക്ഷണം കൊണ്ട് നീ ജീവിക്കാൻ പോകുകയാ. ஆமென். உன்னுடைய போஜனத்தினால் நீ பிழைக்க போகிறாய். ഭക്ഷണം കൊണ്ട് നീ ജീവിക്കാൻ പോകുകയാ. உன்னுடைய உணவினால் நீ பிழைக்க போகிறாய். ആമേൻ. ഒരു സ്ഥലത്ത് ഭക്ഷിച്ചാൽ മരിക്കുമെന്ന് പറയുമ്പോൾ, ஒரு இடத்தில் புசித்தால் மரிப்பாய் என்று சொல்லும்போது, ഓ, നമ്മുടെ മിശിഹ ധൈര്യത്തോടെ പറയാ, നീ ഭക്ഷിച്ചോ, നിനക്ക് സമൃദ്ധിയായിട്ട് ജീവൻ ഉണ്ടാകും. மேசியா தைரியமாக சொல்கிற, நீ புசித்துக்கொள், உனக்கு ஜீவன் உண்டாகும். ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ജീവിക്കുമെന്ന് പറയുമ്പോൾ അവിടെ ഒരു ജീവന്റെ നിറവിലേക്ക് പ്രവേശിക്കുക മാത്രമല്ല, ആമേൻ, ജീവിപ്പാய் என்று சொல்லும்போது ஒரு ஜீவனுடைய நிறைவில் பிரவேசிப்பது மட்டுமல்ல, അവിടെ ഒരു റിസ്റ്റോറേഷൻ സംഭവിക്കുക. அந்த இடத்தில் ஒரு ரிஸ்டோரேஷன் நடக்கிறது. എന്നുവെച്ചാൽ ആദാം ഭക്ഷിച്ചപ്പോൾ ஆதாம் புசித்தபோது അവന്റെ തേജസ് അവന് നഷ്ടപ്പെട്ടു പോയി. அவனுடைய மகிமை அவன் இழந்து போகிறான். ആദാം ഭക്ഷിച്ചപ്പോൾ ஆதாம் புசித்தபோது പിതാവുമായിട്ടുള്ള അവന്റെ ബന്ധം, അവന്റെ ഫെലോഷിപ്പ് നഷ്ടപ്പെട്ടു പോയി. பிதாவோடு இருக்கிற உறவு இழந்து போகிறான். ആദാം ഭക്ഷിച്ചപ്പോൾ ஆதாம் புசித்தபோது അവന്റെ സ്പിരിച്വൽ അതോറിറ്റി അവന് നഷ്ടപ്പെട്ടു പോയി. ஆவிக்குரிய அதிகாரத்தை இழந்து போகிறான். ഇവിടെ ജീവൻ ലഭിക്കുമെന്ന് പറയുമ്പോൾ, இங்கே ஜீவன் வரும் என்று சொல்லும் பொழுது അവിടെ മരിക്കുമെന്നേ പറഞ്ഞുള്ളൂ. அங்கே மரிப்பாய் என்று தான் சொல்லி മഹത്വം இருக்கிறார். നഷ്ടപ്പെടുമെന്ന് പറഞ്ഞില്ല. மகிமை இழந்து போவாய் என்று അതോറിറ്റി சொல்லவில்லை. നഷ്ടപ്പെടുമെന്ന് പറഞ്ഞില്ല. அதிகாரம் இழக்கும் என்று சொல்லவில்லை. തേജസ് നഷ്ടപ്പെടുമെന്ന് പറഞ്ഞില്ല. ஆமென். மகிமை மாறும் என்று ഫെലോഷിപ്പ് சொல்லவில்லை. നഷ്ടപ്പെടുമെന്ന് പറഞ്ഞില്ല. உறவு மாறும் என்று சொல்லவில்லை. പക്ഷെ ഭക്ഷിച്ചപ്പോൾ മരണം മാത്രമല്ല, സകലതും അവന് നഷ്ടപ്പെട്ടു പോയി. ஆமென். ஆனால் புசித்த போது மரணம் மட்டுமல்ல, சகலமும் அவன் இழந்து விடுகிறான். ഇവിടെ നീ ഭക്ഷിച്ചാൽ ജീവിക്കുമെന്ന് പറയുമ്പോൾ, ஆனால் இந்த இடத்தில் ஜீவாப்பத்தை புசித்தால் நீ பிழைப்பாய் என்று சொல்லும் பொழுது, ഭക്ഷിച്ചാൽ ജീവിക്കുമെന്ന് പറയുമ്പോൾ, புசித்தால் பிழைப்பாய் என்று சொல்லும் பொழுது, ആദാമിന് നഷ്ടപ്പെട്ടതൊക്കെ നിനക്ക് റിസ്റ്റോർ ചെയ്ത് ചെയ്യപ്പെടുമെന്നാ പറയുന്നത്. ஆமென். ஆதாம் இழந்து போனதை எல்லாம் உனக்கு கர்த்தர் ரிஸ்டோர் பண்ணுவார் என்று சொல்லி அர்த்தம். എത്ര പേർ ഇന്ന് പകൽ വിശ്വസിക്കുന്നു? எத்தனை பேர் இந்த பிற்பகல் ആദാമിന് விசுவாசிக்கிறீர்கள்? നഷ്ടപ്പെട്ട മഹത്വം, ஆதாமுக்கு இழந்து போன அந்த மகிமை, ആദാമിന് നഷ്ടപ്പെട്ട മഹത്വം ஆதாமுக்கு நஷ்டப்பட்டு போன அந்த ക്രിസ്തു மகிமை യേശുവിൽ എന്റെ മേൽ റിസ്റ്റോർ கிறிஸ்து ചെയ്യപ്പെട്ടിരിക്കുകയാണ്. இயேசு முகாந்தரமாக என் மீது ரிஸ்டோர் பண்ணப்படுகிறது. ക്രിസ്തു യേശുവിൽ എന്റെ മേൽ റിസ്റ്റോർ கிறிஸ்து ചെയ്യപ്പെട്ടിരിക്കുകയാണ്. இயேசுவுக்குள் என் மீது ரிஸ்டோர் பண்ணப்படுகிறது. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവൻ യഥാസ്ഥാനപ്പെടുകയും നഷ്ടപ്പെട്ടത് റിസ്റ്റോർ ആകുന്ന പകലാ. அமேன். இன்றைக்கு உங்களுடைய ஜீவனை நீங்க மறுபடியும் பெற்றுக்கொண்டு, அமேன், உங்களுடைய மகிமைக்குள்ள அமேன் நீங்க மறுபடியும் அமர்கிற நாள். ஹல்லேலூயா. ആമേൻ. നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ പേരും നിങ്ങളുടെ പൊസിഷൻ, നിങ്ങൾ രക്ഷിക്കപ്പെട്ടു, നിങ്ങൾ ബിലീവറാ, നിങ്ങൾ സണ്ണാ, നിങ്ങൾ ദൈവപുത്രന്മാരാ, പക്ഷെ പലതും ഓപ്പോസിറ്റ് ആയിട്ടാണ് നടന്നതെങ്കിൽ, ஆமென், இதுவரைக்கும் நீங்க ரட்சிக்கப்பட்டீங்க, ஆனால் உங்களுடைய பேரு, பதவி, உங்களுடைய ஆவிக்குரிய நன்மைகள் இதற்கு விரோதமாக தான் உங்களுடைய வாழ்க்கையில் நீங்கள் கண்டீர்கள் என்று சொன்னார். എന്നാൽ ചില റിസ്റ്റോറേഷൻ പ്രാപിച്ച് നിങ്ങൾ മഹത്വത്തിൽ നടക്കുന്നവരായി മാറാൻ പോകുകയാണ്. ஆனால் சில ரிஸ்டோரேஷன் பெற்றுக்கொண்டு நீங்கள் மகிமையில் நடக்கிற ஒரு பகலாக இந்த பகல் மாற போகிறது. ഹല്ലേലൂയ. ஹல்லேலூயா. ആമേൻ. ബെത്ലഹേമിൽ യഥാർത്ഥ ജീവന്റെ അപ്പം വെളിപ്പെട്ട് ആ വാഗ്ദത്തം നിറവേറ്റിയതുപോലെ ഈ ബെത്ലഹേമിലും യഥാർത്ഥ ജീവന്റെ അപ്പം വെളിപ്പെട്ട് ചില റിസ്റ്റോറേഷനെ കൊണ്ടുവരാൻ പോകുകയാണ്. ஆமென். பெத்லகேமில் மெய்யாகவே ஜீவ அப்பம் வெளிப்பட்ட சில வாக்குத்தத்தங்கள் நிறைவேறுவது போலவே இந்த பெத்லகேமிலேயும் கிறிஸ்துவானவர் வெளிப்பட்ட சில வாக்குத்தத்தங்களுடைய நிறைவேறுதல் நடக்க போகிறது. ഞാൻ എത്ര
ചെറിയവനാണെങ്കിലും എന്റെ മേലുള്ള വാഗ്ദത്തം ഇന്ന് പകൽ വെളിപ്പെടുമെന്ന്. ஆமென். சொல்லுங்க, நான் எவ்வளவு சிறியவனாக இருந்தாலும் என் மேல் இருக்கிற வாக்குத்தத்தம் வெளிப்பட. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിന്നെക്കുറിച്ചുള്ള നിന്ദകൾ മാറിപ്പോകാൻ പോകുകയാണ്. உன்னை குறித்துதான நிந்தைகள் விலக போகிறது. നിങ്ങളെ കുറിച്ച് പറഞ്ഞ നിന്ന വാക്കുകൾ, നെഗറ്റീവ് വാക്കുകൾ ഇന്ന് ക്യാൻസൽ ആകുകയാണ്. ஆமென். உங்களை குறித்து சொன்னதான நிந்தையினுடைய வார்த்தைகள், நெகட்டிவான வார்த்தைகள் அது கேன்சல் ஆகி போகும். ഹല്ലേലൂയ. കാരണം യഥാർത്ഥത്തിൽ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ആ ജീവന്റെ മഹത്വം ഇന്ന് നിങ്ങളുടെ മേൽ വെളിപ്പെടാൻ പോകുകയാണ്. ஆமென். மெய்யாகவே வானத்தில் நின்று இறங்கி வந்த அந்த ஜீவன் உங்கள் மேல் வெளிப்பட போகிறது. ഹല്ലേലൂയ. ஹalleluya. വചനം പറയുന്നു, ക്രിസ്തുവിൽ നിങ്ങൾ സകലത്തിലും പരിപൂർണരത്രേ. ஏனென்றால் கிறிஸ்துவுக்குள் நீங்கள் சகலர்களும் பரிபூர்ணர்கள் என்று சொல்லி. ഒന്നിനാലും നിങ്ങൾക്ക് പൂർണ്ണരാകാൻ പറ്റത്തില്ല. வேற ஒன்றினாலும் உங்களுக்கு பரிபூர்ணப்பட முடிவதில்லை. എത്ര സമ്പത്തുണ്ടെങ്കിലും നിങ്ങൾക്ക് പരിപൂർണരാകാൻ പറ്റത്തില്ല. எவ்வளவுதான் ஐஸ்வர்யம் இருந்தாலும் உங்களால பரிபூர்ணப்பட முடிவதில்லை. എത്ര പാരമ്പര്യമുണ്ടെങ്കിലും നിങ്ങൾക്ക് പരിപൂർണരാകാൻ പറ്റത്തില്ല. எவ்வளவுதான் பாரம்பரியம் இருந்தாலும் பரிபூர்ணப்பட முடியாது. നിങ്ങളെ പരിപൂർണപ്പെടുത്തുന്ന ഒരുവരുണ്ട്. അത് ഈ ലോകത്തിൽ നിന്നുള്ളവനല്ല, സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പമത്രേ. உங்களை பரிபூர்ணப்படுத்துகிற ஒருவர் இருக்கிறார். அவர் மெய்யாகவே வானத்தில் நின்று இறங்கி வந்த ஜீவாப்பமானவர். ഹല്ലേലൂയ. ஹalleluya. ഈ ബെത്ലഹേമിൽ, சொல்லுங்க, இந்த பெத்லகேமிலே, இந்த பெத்லகேமில் ജീവന്റെ അപ്പം വെളിപ്പെടാൻ പോകുകയാണ്. ஜீவாப்பமானவர் வெளிப்பட போகிறார். പിതാക്കന്മാർ മന്ന തിന്നിട്ട് മരിച്ചു. பிதாக்கள் மன்னா புசித்து மரித்தார்கள். എന്നാൽ ഈ അപ്പത്താൽ നീ ജീവൻ പ്രാപിക്കാൻ പോകുകയാണ്. ஆனால் இந்த அப்பத்தினால் நீங்கள் ஜீவன் பெற்றுக்கொள்ள போகிறீர்கள். അത് സാധാരണ ജീവനല്ല, அது சாதாரணமான ஒரு ஜீவன் அல்ல. ലൈഫ് അല്ല, அது சுக்கே லைஃப் அல்ல. സോയേ ലൈഫ്. ஆமென். நித்திய ஜீவன். ആമേൻ. അത് നോർമൽ സോയേ അല്ല, அது சாதாரணமான ஜீவன் அல்ல. ഞാൻ ഡിക്ലെയർ ചെയ്യുന്നു, நான் உங்களை பார்த்து டிக்ளேர் பண்ணுகிறேன். പെരിസോസോയേ. ஆமென். பெரிசோசோயே. abundant life. ஓ ஆமென். பெருக்கமான பரிபூர்ணமான ஜீவன். പെരിസോസോയേ. സമൃദ്ധിയായ ജീവൻ, பரிபூர்ணமான ஜீவன், സമൃദ്ധിയായ ജീവൻ, பரிபூர்ணமான ஜீவன். ഹല്ലേലൂയ. ஹalleluya. ഹല്ലേലൂയ. കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിനകത്ത് ഇങ്ങനെ പറയുന്നു, യേശു 12 പേരെ അടുക്കൽ വിളിച്ചു സകല ഭൂതങ്ങളുടെ മേലും വ്യാധികളെ സൗഖ്യമാക്കുവാനും അവർക്ക് ശക്തിയും അധികാരം കൊടുത്തു. ദൈവരാജ്യം പ്രസംഗിക്കുവാനും രോഗികൾക്ക് സൗഖ്യം വരുത്തുവാനും അവരെ അയച്ചു. ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ച് അവർക്ക് ഭൂതങ്ങളുടെ മേലും വ്യാധികളുടെ മേലും അവർക്ക് ശക്തിയും അധികാരം കൊടുത്തു. ദൈവരാജ്യം പ്രസംഗിക്കാൻ, രോഗികളെ സൗഖ്യമാക്കുവാനും അവരെ അയച്ചു. ദൈവരാജ്യം പ്രസംഗിക്കുന്നതിനിടയിൽ യേശു ചെയ്ത ചില അത്ഭുത സാക്ഷ്യങ്ങൾ നമുക്ക് കേൾക്കാം. നമ്മുടെ കൂടെ ദീപ്ഷിക എന്ന മോൾ നമ്മുടെ കൂടെ ഇന്ന് കണക്റ്റ് ആയിട്ടുണ്ട്. മോളുടെ ലൈഫിൽ യേശു എന്താണ് ചെയ്തത് നമുക്ക് മോളോട് ചോദിക്കാം. என்னோட பேர் தீப்ஷிகா. எனக்கு கொஞ்ச நாளாகவே ரொம்ப பேக் பெயின் இருந்துச்சு. படுக்க முடியாது, உடம்பெல்லாம் அங்கங்கே நீர் வச்சுட்டு ஒரு ட்ரெஸ் கூட போட முடியாமல் இருந்துச்சு. அப்போது நாங்கள் ஹாஸ்பிட்டலில் போய் எனக்கு இந்த ப்ராப்ளமாக இருக்குன்னு சொன்னப்போ டாக்டர் எக்ஸ்ரே எடுத்து பார்த்து ப்ரேயர் பண்ணும்போது என்னால் ஏசப்பா என்னை தொட்டாருன்னு என்னால் உணர முடிஞ்சது. கொஞ்சம் ஒரு 2 மினிட்ஸ்க்கு அப்புறமே என்னால் ஃபுல்லாக ஹீல் ஆகிட்டேன் ஏசப்பாவால். മോള് ചർച്ചിൽ വന്നു. ആ സമയത്ത് പ്രാർത്ഥിക്കുന്ന സമയത്ത് മോളെ യേശു തൊട്ടതായിട്ട് മോൾക്ക് അനുഭവപ്പെട്ടു. ആ സമയം തന്നെ മോള് പരിപൂർണമായിട്ട് സൗഖ്യമായി അല്ലേ? അതുവരെ അസ്ഥി വളഞ്ഞായിരുന്നേ, മോള് ചെരിഞ്ഞായിരുന്നിരുന്നല്ലേ? இப்படிதான் ப்ரேயர்ல நிற்கும் போது இப்படிதான் நின்னேன். ஆனால் ப்ரேயர் முடிஞ்ச உடனே நான் ஸ்ட்ரெயிட்டாக நின்னேன். ആ സെക്കൻഡിൽ തന്നെ അസ്ഥി സ്ട്രെയിറ്റ് ആയി. യേശു തൊട്ടു. ആ സൗഖ്യത്തെ മോൾക്ക് അനുഭവിക്കാനായിട്ട് സാധിച്ചു. ப்ரேயர் பண்ணி முடித்தோடனே நான் ஆட்டோமேட்டிக்காக ஃபுல்லாக என்னோட பாடி ஸ்ட்ரெயிட் ஆயிடுச்சு. அப்போவுமே நாங்கள் போய் எக்ஸ்ரே எடுத்து பார்த்தப்போ ஆப்ரேஷனுக்கு ஒன்றுமே வேண்டாம், ஃபுல்லாக அவங்க பிள்ளை சுகமாயிட்டான்னு சொல்லிட்டாங்க. മോളെ ആദ്യത്തെ എക്സ്റേ റിപ്പോർട്ട് മോളുടെ കയ്യിലുണ്ട് അല്ലേ? അതിനകത്ത് എങ്ങനെയാ ആ എക്സ്റേ റിപ്പോർട്ട് എങ്ങനെയാ ഇരിക്കുന്നത്? ஆதியம் எடுக்கும்போது ரொம்ப சரிஞ்சிருந்துச்சு, இப்படி வளைஞ்சிருந்துச்சு. அப்புறம் ப்ரேயருக்கு அன்னைக்கே நாங்கள் ஈவினிங் போய் எடுத்தப்போ ஸ்ட்ரெயிட்டாக இருந்துச்சு. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ പോയി എടുത്ത എക്സ്റേ റിപ്പോർട്ടിൽ അസ്ഥി സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്നു. യേശു എത്ര വലിയ അത്ഭുതമാണ് ചെയ്തിരിക്കുന്നത്. ഇന്ന് നിങ്ങൾ ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ ഈ മോളിൽ യേശു ചെയ്ത അതേ അത്ഭുതം നിങ്ങളുടെ ലൈഫിലും യേശു ചെയ്യാൻ ശക്തനാണ്. നിങ്ങൾ വിശ്വസിച്ചാൽ യേശുവിൻ്റെ മഹത്വം നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ സാക്ഷ്യം പറയുന്നത് ഒരു വ്യക്തി കൊണ്ട് സകലത സാധ്യമെന്നല്ല. യേശു ഇന്നും ജീവിക്കുന്നു. യേശുവിന് അസാധ്യമായിട്ടൊന്നുമില്ല. ഈ പ്രേക്ഷകരോട് മോൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? என்னை எப்படி ஏசப்பா இலவசமாக சுகப்படுத்தினாரோ
நீங்கள் நம்புறவங்க ஒவ்வொருக்கும் ஏசப்பா கண்டிப்பாக ஒரு சுகத்தை கொடுப்பாரு, இலவசமாக கொடுப்பாரு. நீங்கள் கண்டிப்பாக டெய்லி ஜெபம் பண்ணுங்கள், ஏசப்பா கண்டிப்பாக உங்களுக்கு ஒரு ஹீல் பண்ணுவார். ഹല്ലേലൂയ. ഉള്ളവരെ നമ്മളെ സൗഖ്യമാക്കിയ യേശു നിങ്ങളെയും സൗഖ്യമാക്കും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. நம்முடைய ஞாயிற்றுக்கிழமை ஆராதனை காலை 10 மணி அளவில் கில்கால் ஹால், போஸ்ட் ஆபீஸ் எதிரி, மூனார். நம்முடைய ஜூம் மீட்டிங் எல்லா ஞாயிற்றுக்கிழமைகளும் காலை 7:30 மணி அளவிலும் எல்லா வெள்ளிக்கிழமைகளும் மாலை 6:30 மணி அளவிலும் நடைபெறும். கர்த்தர் செய்த அற்புத சாட்சிகளும் ஆசீர்வதிக்கப்பட்ட வார்த்தைகளும் உங்களுக்கு கிடைக்க கிரைஸ்ட் ஜெனரேஷன் மினிஸ்ட்ரீஸ் என்ற எங்களுடைய யூடியூப் சேனல் சப்ஸ்கிரைப் செய்யவும். வாட்ஸ்அப் மூலியமாக எங்களை தொடர்பு கொள்ள வேண்டிய தொலைபேசி எண் 9447775093. ஜெப உதவிக்காக எங்களை தொடர்பு கொள்ள வேண்டிய தொலைபேசி எண் 9447775093. பிரதர் டோனி பிரான்சிஸ், சிஸ்டர் ஜினு டோனி இவர்களுடைய அப்கமிங் மீட்டிங்ஸ் இவைகளை குறித்து அறியவும் மீட்டிங்ஸ் நடத்துவதற்கும் 9447442660 என்ற எண்ணிற்கோ அல்லது 9447775093 என்ற எண்ணிற்கோ அழைக்கவும்.